الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد حمدا كثيرا طيبا مباركا فيه إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء اتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير സ്നേഹനിരനീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം അള്ളാഹുവിനെ സദാ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനിന്റെ പതിപ്പുകളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ഹിജ്റ വർഷപ്രകാരം ഒരു പുതുവർഷം കൂടി പുലരുകയാണ്. പവിത്രമായ ഒരു മാസം കഴിഞ്ഞ് പവിത്രമായ ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആദരിച്ച ഒരു മാസം, അതാണ് മുഹറം എന്ന് പറയുന്നത്. ഇന്ന് ഈ ഒന്നാമത്തെ ഖുതുബയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുഹറത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെട്ട ആ മാസത്തിന് നൽകിയ പ്രത്യേകതകളും ഈ മാസത്തോട് സമൂഹത്തിന്റെ സമീപനത്തെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്: ഇന്നല്ലാഹ ഇഫ്തതഹ സന ബിശഹ്രിൻ ഹറാമി വഖ്തതമഹ ബിശഹ്രിൻ ഹറാം. ഒരു പവിത്രമായ മാസം കൊണ്ടാണ് അറബിക് മാസം ആരംഭിക്കുന്നത്. ഒരു പവിത്രമായ മാസം കൊണ്ടാണ് ആ വർഷം അവസാനിക്കുന്നത് എന്ന് മഹാനായ ഹസനുൽ ബസ്രി ലതായിഫുൽ മആരിഫിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. പവിത്രമായ മാസം എന്നത് മുഹറത്തിലൂടെ ആരംഭിക്കുകയും അതുപോലെ തന്നെ ദുൽഹിജ്ജയിലൂടെ അവസാനിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിക കലണ്ടർ.
അതിൻ്റെ ഒന്നാമത്തെ മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ നന്മകൾ അധികരിപ്പിക്കുകയും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യാൻ വിശ്വാസികൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികൾ സൃഷ്ടിച്ച് കണക്കനുസരിച്ചുകൊണ്ട് തന്നെ 12 മാസങ്ങളാണ് ഉള്ളത്. മിൻഹ അർബഅതു ഹുറുൻ, അതിൽ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദാലിക ദീനുൽ ഖയ്യിം, അതാണ് വക്രതയില്ലാത്ത നേരായ മതം. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് അക്രമം പ്രവർത്തിക്കരുത്, തിന്മകൾ പ്രവർത്തിക്കരുത് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നതായി കാണാൻ കഴിയും. ഈ ഖുർആനിന്റെ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, ഈ ഒരു മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ അതിൽ നിങ്ങൾ കൊണ്ട് അക്രമം ചെയ്യരുത്, തിന്മകൾ ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫീ കുല്ലിഹിന്ന, തിന്മകൾ ഈ മാസത്തിൽ മാത്രമല്ല എല്ലാ മാസത്തിലും, ബാക്കിയുള്ള 11 മാസത്തിലും തിന്മകൾ ചെയ്യാൻ പാടില്ല, ജീവിതത്തിൽ തിന്മകൾ ചെയ്യാനേ പാടില്ല. പക്ഷേ പ്രത്യേകിച്ച് സുമ്മഖ്തസ്സ മിൻ ദാലിക അർബഅതു അശ്ഹുരി, 4 മാസങ്ങൾ പ്രത്യേകം അത് എടുത്തു പറയാൻ കാരണം ഫജഅലഹുന്ന ഹറാമൻ വഅല്ലമ ഹുർമാതിഹിന്ന, ആ 4 മാസങ്ങൾ പ്രത്യേകം പവിത്രമാണ്, അതിന് മഹത്വമുണ്ട് എന്ന് പറയാനും കാണിക്കുവാനും വേണ്ടിയാണ് എന്ന് അവിടുന്ന് രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ആ മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ഗൗരവമുണ്ട് എന്നുകൂടി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആ മാസങ്ങളിൽ ചെയ്യുന്ന നന്മകൾക്ക് മറ്റു മാസങ്ങളെ പോലെയല്ല, അതിന് പ്രത്യേകമായ ശ്രേഷ്ഠതയും അതിന് കൂടുതൽ പ്രതിഫലവുമുണ്ട് എന്നുകൂടി അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ മാസങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു, ഈ മാസങ്ങൾ വരുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. മഹാനായ ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം, ഇന്നല്ലാഹ അസ്തഫാ സഫയ മിൻ ഖൽഖിഹി, അല്ലാഹു പലതിനെയും അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട്, അള്ളാഹു പവിത്രമായി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെ, ചിലതിന്റെ അള്ളാഹു ചില അടയാളങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്തഫാ മിനൽ മലായികത്തി റുസുല, അള്ളാഹുവിന്റെ മലായികത്തുകളിൽ ചില മലക്കുകൾക്ക് പ്രത്യേക ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലെയുള്ള മലക്കുകൾക്ക്. അതുപോലെ തന്നെ മിനൽ ഉന്നാസി റുസുലൻ, മനുഷ്യരിൽ കോടാനുകൂടി മനുഷ്യരിൽ അള്ളാഹു പ്രവാചകന്മാരെ പ്രത്യേകം തെരഞ്ഞെടുത്തതാണ്, അവർക്ക് പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ സംസാരത്തിൽ പരിശുദ്ധ ഖുർആൻ അതിന് മഹത്വമുണ്ട്, അതിന് പ്രത്യേകമായി അള്ളാഹു അത് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഭൂമിയിലാണെങ്കിലോ മറ്റുള്ള എല്ലാ വസ്തുക്കളെക്കാളും അള്ളാഹു സുബ്ഹാനഹു വ തആല പള്ളിക്ക് പ്രത്യേകമായ പരിഗണനയും അതിന് ചില മഹത്വങ്ങളും കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. റമദാൻ, മാസങ്ങളിൽ റമദാൻ എന്ന മാസത്തിന് അതിശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ഹറം, അതുപോലെ തന്നെ 4 മാസങ്ങളിൽ, വർഷങ്ങളിൽ ഇസ്ലാമിക കലണ്ടർ പ്രകാരം 4 മാസങ്ങളിൽ ആ 4 മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ആഴ്ചയിലെ ദിവസങ്ങളിൽ 7 ദിവസങ്ങളിൽ വെള്ളിയാഴ്ച യൗമുൽ ജുമഅക്ക് പ്രത്യേകതയുണ്ട് ആ ദിവസത്തിന്. രാത്രികളിൽ ലൈലത്തുൽ ഖദറിന് പ്രത്യേകതയുണ്ട്, അത് പ്രത്യേകം അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബുദ്ധിയുള്ള അഖിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെ അവരും മഹത്വവൽക്കരിക്കുകയും അതിനെ പ്രത്യേകമായി കാണുകയും അതിനോട് ആ നിലക്കുള്ള സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും ബുദ്ധിയുള്ള അതുപോലെ തന്നെ കാര്യങ്ങൾ ചിന്തിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട കാര്യമാണ് എന്ന് മഹാനായ ഇബ്നു കസീറിന്റെ തഫ്സീറിൽ സൂറത്തു തൗബയുടെ 83-ാമത്തെ ആയത്തിനെ 36-ാമത്തെ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് കൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അത്തരം ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അതും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ എല്ലാ മാസങ്ങളിലും നോമ്പുകൾ എടുക്കാം, സുന്നത്തായ യഥേഷ്ടം എടുക്കാവുന്ന നോമ്പുകളുണ്ട്. ഒരു ദിവസം ഇടവിട്ട് നോമ്പെടുക്കാം. തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പുണ്ട്, അതുപോലെ അയ്യാമുൽ ബിദിന്റെ നോമ്പുകളുണ്ട്. അതിന് പുറമെ അങ്ങനെയുള്ള നോമ്പുകളൊക്കെ എടുക്കുന്നതിന് പുറമെ മുഹറം മാസത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രത്യേകമായി നോമ്പിന് പ്രത്യേകതയുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളു സിയാമി ബഅദ റമളാൻ, റമളാൻ മാസത്തിന് ശേഷം ശ്രേഷ്ഠമായ നോമ്പ് ശഹറുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിലെ നോമ്പാണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മാസം നമുക്ക് കഴിയുന്ന വിധം നോമ്പെടുക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കാരണം ഈ മാസത്തിന് അള്ളാഹ് പവിത്രത പറഞ്ഞു. ഷഹറുല്ലാ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിന്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയ ഒരു മാസമാണ്. അള്ളാഹുവിന്റെ മാസം ഷഹറുല്ലാ എന്ന് ഇളാഫത്ത് ചെയ്ത് അത് പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. എന്തിനാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്? അതിന്റെ തഅലീമും തശ്രീഫും, അഥവാ അതിന്റെ മഹത്വവും അതിന്റെ ശ്രദ്ധയും ഒക്കെ വിശ്വാസികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാം. ബൈത്തുല്ലാ എന്ന് പറയുന്നത് പോലെ, അള്ളാഹുവിന്റെ വീട്, പള്ളിയെ പറ്റി അങ്ങനെ പറയുന്നത് പോലെ അള്ളാഹു പറഞ്ഞൊരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ധാരാളം നന്മകൾ നമ്മൾ അധികരിപ്പിക്കുക. സുന്നത്ത് നോമ്പ് പോലെ, നമസ്കാരങ്ങൾ പോലെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യഥേഷ്ടം നിർവഹിച്ചാൽ കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന്. മാത്രമല്ല, പ്രത്യേകമായി അല്ലാഹുവിന്റെ റസൂൽ ഈ മാസത്തിലെ നോമ്പിനെ പറ്റി പറഞ്ഞു. മുഹറം 9ഉം 10ഉം ആ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പുണ്ട്. സിയാമു യൗമി അറഫ, അറഫ നോമ്പിനെ കുറിച്ച് ഒരു ഹദീസിൽ കാണാം, ഒരു വർഷത്തെ കഴിഞ്ഞതും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാവങ്ങൾ പൊറുക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വസിയാമു യൗമ ആശൂറ, ആശൂറ നോമ്പ് അഥവാ മുഹറം 10ന്റെ നോമ്പ്, കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ചെറുപാവങ്ങൾ അള്ളാഹു അവന് പുറത്തു കൊടുക്കാൻ കാരണമാകുന്ന ഒരു നോമ്പാണ് മുഹറം 10ന്റെ നോമ്പ്. അതിനാണ് ആശൂറ നോമ്പ് എന്ന് പറയുന്നത്. അതോടൊപ്പം താസുആ നോമ്പുമുണ്ട്. മുഹറം 9നും നോമ്പുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ മുഹറം 10ന് നോമ്പെടുക്കുമായിരുന്നു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇത് ഇവിടുത്തെ യഹൂദികളൊക്കെ എടുക്കുന്ന നോമ്പല്ലേ എന്ന് പറഞ്ഞപ്പോൾ, അതിൽ നിന്ന് വ്യത്യസ്തമാകാൻ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുന്നു, അടുത്ത വർഷം ഞാൻ മുഹറം 9നും നോമ്പെടുക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് അനുവാദം കൊടുക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. സഹാബത്ത് പ്രവാചകൻ ആ വർഷം, അതിനു മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു വഫാത്തായി എന്ന് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അംഗീകാരവും പ്രവാചകന്റെ സുന്നത്തും പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. സ്വഹാബത്ത് അത് ജീവിതത്തിൽ പാലിച്ച കാര്യമാണ്. മുഹറം 9നും 10നും നോമ്പുണ്ട് എന്നത്. അവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ജൂത നസാറാക്കൾ അവര് ആ ദിവസം എടുക്കുന്നില്ലേ, അതിൽ നിന്ന് വ്യതിരക്തമാകണ്ടേ എന്ന ഒരു ചോദ്യമാണ്. ഏതൊരു ആരാധനാ കർമ്മങ്ങളിലും വിശ്വാസാചാര കർമ്മങ്ങളിൽ അവരിൽ നിന്ന് വ്യത്യസ്തമാവുക എന്നത് ഇസ്ലാമിന്റെ നിലപാടാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇക്കാലത്ത് ജൂത നസാറാക്കളുടെ ചര്യകളൊക്കെ വാരിപ്പുണരുന്ന നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ കൗമിൽപ്പെട്ട ആളുകൾ അവരുടെ വേഷവിധാനങ്ങളും അവരുടെ ആഘോഷങ്ങളും അവരുടെ പ്രവൃത്തികളും ഒക്കെ ഇങ്ങനെ വാരിപ്പുണരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഹദീസുകൾ വലിയ പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആരാധന കർമ്മങ്ങളിലും അതുപോലെ വേഷവിധാനങ്ങളിലും ഒക്കെ ഇസ്ലാമിൻ്റെതായ രീതികളുണ്ട്, പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഒരു വിശ്വാസി അവിടെ പാലിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇത്തരം ഒരു പുതുവർഷം വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത, ഇംഗ്ലീഷ് വർഷത്തിലെ ജനുവരി വരുമ്പോൾ മാത്രമല്ല ഒരു പുതുവർഷം എന്ന് മനസ്സിലാക്കേണ്ടത്, അറബി വർഷത്തെ, അറബി കലണ്ടറിലെ, ഇസ്ലാമിക് കലണ്ടറിലെ 1ാമത്തെ മാസം എന്ന നിലക്ക് വരുമ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് സമയങ്ങൾ കടന്നു പോകുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാകണം. എനിക്കിപ്പോഴും ഞാൻ ഓർക്കുന്നു, ഇതേ മെമ്പറിൽ കഴിഞ്ഞ മുഹറത്തിന് ഖുതുബ പറഞ്ഞത് ഓർക്കുന്നു. എത്ര പെട്ടെന്നാണ് ഒരു വർഷം നമ്മുടെ മുന്നിൽ നിന്ന് കടന്നു പോകുന്നത്. അന്നുണ്ടായിരുന്ന പലരും നമ്മുടെ മുന്നിൽ ഇന്നില്ല. പലരും രോഗികളായി വീടുകളിൽ കഴിയുന്നു. അതുപോലെ പല പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ, പല പല സംഭവവികാസങ്ങളും കടന്നു പോകുന്നു. സമയം അതിവേഗം നമ്മുടെ ജീവിതത്തിൽ നിന്ന് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആരുടെയും ഇഷ്ടപ്രകാരം സമയം നിൽക്കുകയില്ല എന്ന് തിരിച്ചറിയണം. നമ്മളാകുന്ന ഗ്രന്ഥത്തിലെ ഓരോ ഏടുകളും ഓരോ പേജുകളും അതിങ്ങനെ ഓരോ രാവും പകലുമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ജീവിതം, ഈ ലൈഫ് ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തണം, ക്രിയാത്മകമായി ഊർജ്ജസ്വലതയോടുകൂടി അലസത പിടിപെടാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കാൻ. അതിവേഗം സമയങ്ങൾ കടന്നു പോകുമെന്ന തിരിച്ചറിവ് കൂടി ഇത്തരം ഒരു പുതുവർഷ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. പരലോകം അതിങ്ങനെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവാണെങ്കിലോ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഖബറിലേക്ക്, നമ്മളുടെ ഓരോ വർഷങ്ങളും ആഖിറത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ഓരോ മാസങ്ങളും സ്വർഗ നരകങ്ങളുടെ വിധി തീർപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന ഓരോ ദിവസങ്ങളും ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന മണിക്കൂറുകളും സെക്കൻഡുകളും നമ്മൾ മരണമെന്ന വാഹനത്തിലേക്ക് കയറാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു, മരണത്തിന്റെ വാതിലിലേക്ക് എത്തിപ്പെടാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഈ സാഹചര്യങ്ങളിൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. മുഹറം മാസം വരുമ്പോൾ അല്ലാഹു പവിത്രമാക്കിയ
ഷഹറുല്ലാ എന്ന് പരിചയപ്പെടുത്തിയ ഇസ്ലാമിക് കലണ്ടറിൽ ഒന്നാമത്തെ മാസമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള യുദ്ധം നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുള്ള ഈ പവിത്രമായ മാസത്തിൽ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഇതിന്റെ പവിത്രതയും മഹത്വവും മനസ്സിലാക്കുന്നില്ല. പലരും ഇത് ഒരു നെഹ്സിന്റെ ദിവസങ്ങൾ ആയി കണക്കാക്കുന്നു. ഇത് അശുഭമായ മാസമായി കണക്കാക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. മോശപ്പെട്ട മാസമായും നെഹ്സിന്റെ മാസമായും ഒക്കെ കാണുന്നു. ഖുർആനിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ 2 സ്ഥലങ്ങളിലാണ് നെഹ്സാത്ത് എന്ന പദങ്ങൾ പ്രയോഗിക്കപ്പെട്ടതായി കാണുന്നത്. അവിടെയൊക്കെ അള്ളാഹു അക്രമികാരികൾക്ക് ഇറക്കിയ ശിക്ഷയെ കുറിച്ചാണ് അത് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ഇസ്ലാമിലില്ലാത്ത ഒരു നെഹ്സ് അശുഭമായി കാണുന്ന ഒരു സ്വഭാവം നമ്മുടെ സമൂഹത്തിൽ പല നിലക്കും വന്നിട്ടുണ്ട്. ഇതെങ്ങനെ വന്നു എന്ന് നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഏകദേശം ഹിജ്റ 61 കർബലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയും കൊന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം ശിഈ വിശ്വാസക്കാർ അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആ ദിവസത്തെ മുഹറം 9-10 അവരെന്ത് ചെയ്യുന്നു? ഒരു ആചാരമായി ലോകത്ത് കൊണ്ടാടുന്നു. ഇത് ഈ ഷിയാക്കളിൽ നിന്നും ഖബറാരാധകരായ സൂഫികളിലേക്കും അത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതങ്ങൾ അവരുടെ വിശ്വാസങ്ങളിലേക്കും ഇത് കടന്നു കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില കലണ്ടറിലൊക്കെ കാണാൻ കഴിയും മുഹറം മാസം ഇങ്ങനെ നെഹ്സിന്റെ ദിവസമായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. എവിടുന്നാണ് ഇത്തരം ഒരു വിശ്വാസം? അള്ളാഹുവിന്റെ പ്രവാചകനോ സഹാബത്തോ ഒന്നും ഇത് പഠിപ്പിച്ചിട്ടില്ല എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. കാലത്തിന്റെ പേരിൽ ചേർത്ത് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഇന്ന ദിവസമായതുകൊണ്ടാണ്, ആ ദിവസം മോശമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന മാസമായതുകൊണ്ടാണെന്നൊക്കെ കാലത്തെ കുറ്റം പറയുക ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹ് എന്താണ് പറഞ്ഞത്? അനദ്ദഹർ, ഞാനാണ് കാലം. അതുകൊണ്ട് നിങ്ങൾ കാലത്തെ ചീത്ത പറഞ്ഞ് എന്നെ ഉപദ്രവിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഞാനാണ് കാലം, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഞാനാണ്. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കടന്നു വരാം, പല സന്തോഷങ്ങളും കടന്നു വരാം. യുഖല്ലിബുൽ ലൈല വന്നഹാർ, രാവും പകലും മാറ്റിമറിക്കുന്നവൻ ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ, ആ നിലക്ക് ഉപദ്രവിക്കുന്ന രൂപത്തിൽ, ഈ നിലക്ക് കാലത്തെ ചീത്ത പറഞ്ഞ് പ്രശ്നങ്ങൾ കാലത്തിലേക്ക് ചേർത്തി പറയുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾക്ക് ഇന്ന് വന്നിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ജാഹിലിയ്യ കാലഘട്ടത്തിലെ അറബികൾക്കുണ്ടായിരുന്ന ഒരു സ്വഭാവമാണ്. ഇന്നൽ അറബ, അറബികളുടെ സ്വഭാവം എന്താണ്? അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മുസീബത്തുകൾ, പ്രശ്നങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ ബാധിക്കുന്ന ദുരനുഭവങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാലത്തിലേക്ക് ചേർത്തി പറയും. ഇന്ന കാലം കൊണ്ട്, ഇന്ന ദിവസങ്ങൾ കൊണ്ട്, ഇന്ന മാസം കൊണ്ട് സംഭവിച്ചതാണെന്ന് അവർ പറയും. കാലം ഞങ്ങളെ തുടച്ചു നീക്കി, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു, ഞങ്ങളുടെ മക്കൾ മരണപ്പെട്ടു, ഞങ്ങളുടെ കച്ചവടം നഷ്ടപ്പെട്ടു പോയി, ഇതൊക്കെ അവർ പറയും. ഇത്തരം കാലത്തിലേക്ക്, സമയത്തിലേക്കൊക്കെ ചേർത്തി പറയുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആ കാലത്ത് സൃഷ്ടിച്ച റബ്ബിനെയാണ് അവര് മോശമാക്കിക്കൊണ്ടിരിക്കുന്നത്, ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇത്തരം ഒരു സ്വഭാവം നമ്മുടെ നാട്ടിൽ, ഈ ശൗനം കാണുക പല കാര്യങ്ങളിൽ, എത്രയോ കാര്യങ്ങളിലാണ്. ഇപ്പൊ വാഹനം പോകുമ്പോൾ കറുത്ത പൂച്ചയെ കണ്ടാൽ, അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങൾ. ഇപ്പൊ നമ്പറിൽ പോലും 13ാമത്തെ നമ്പർ മോശമാണെന്ന് പറയുന്നവർ, അതുപോലെ ഈ കൈനീട്ടം ആ നിലക്ക് വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകൾ, ചൊവ്വയും ശനിയും ശകുനത്തിന്റെ ദിവസങ്ങളാണെന്ന് കണക്കാക്കുന്നവർ, കന്നിമൂലയുടെ പ്രശ്നമാക്കി കണക്കാക്കുന്നവർ, ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പല നിരക്ക്, ഇപ്പൊ കറുത്ത പൂച്ച, കാക്ക കരഞ്ഞാല്, അതുപോലെ ചില കിളികൾ കരഞ്ഞാല്, യാത്ര പോകുമ്പോൾ ബാക്കിൽ നിന്ന് വിളിച്ചാല് എന്ന ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞ് അതിനെയൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് ഒരു യാത്രയെ തടയുക, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് പുറപ്പെടുക, ഒരു ഹാജത്ത് നടത്തുക, അല്ലെങ്കിൽ ഒരു ഹാജത്ത് തടയുക, ഇതിനാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഇത്തരം ശകുനങ്ങൾ കണക്കാക്കുന്ന സ്വഭാവം ആളുകളുടെ മനസ്സുകളിൽ ഉണ്ടെങ്കിൽ അത് ശിർക്കാണ്, ഗൗരവമുള്ള വിഷയമാണ്. എന്ന് 3 തവണ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്ത് ജീവിതത്തിൽ ഉണ്ടായാലും റബ്ബിന്റെ തീരുമാനപ്രകാരമല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന ചിന്ത നമുക്ക് ഉണ്ടാകണം. അതാണ് ഈമാൻ കാര്യങ്ങളിൽ നമ്മൾ മുറുകെ പിടിച്ച് ഒരു വിശ്വാസി മുന്നോട്ട് പോകേണ്ടത്. അതല്ലാതെ ഇതൊക്കെ മറ്റു പ്രശ്നങ്ങൾ കൊണ്ടാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് അന്ധവിശ്വാസങ്ങൾ വെച്ചു പുലർത്തുക, അത് നമ്മുടെ ഈമാനിനെ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ്. അള്ളാഹു നൽകിയതിനെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ല, അള്ളാഹു തടഞ്ഞതിനെ നൽകാൻ ഈ ഭൂമി ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല എന്ന പ്രതിജ്ഞ
നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണം. അതാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ കൊടുത്ത വളരെ പ്രസിദ്ധമായ ഒരു ഉപദേശമുണ്ട്. എന്താണ് ആ ഉപദേശം? വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ, എല്ലാവരും ഒരുമിച്ച് കൂടി നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് തീരുമാനിച്ചു, പക്ഷെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താത്ത, റബ്ബ് തീരുമാനിക്കാത്ത ഒരു കാര്യമാണെങ്കിൽ ആ ഉപകാരം നിനക്ക് ചെയ്യാൻ സാധ്യമല്ല എന്നതാണ്. എല്ലാവരും ഒരുമിച്ച് കൂടി നിനക്കൊരു പ്രശ്നം ഉണ്ടാക്കണം, നിന്റെ കച്ചവടം നശിപ്പിക്കണം, അല്ലെങ്കിൽ നിന്നെ തകർക്കണം എന്ന് വിചാരിച്ചാലും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതല്ലാതെ അള്ളാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ആ ഉപദ്രവം നിന്റെ ജീവിതത്തിൽ ഏശുകയില്ല എന്ന വലിയ ഉപദേശമാണ് സഹോദരങ്ങളെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നത്. മാ അസാബ മിൻ മുസീബത്തുൻ, അള്ളാഹുവിന്റെ കിതാബിൽ ഇല്ലാത്ത ഒരു കാര്യങ്ങളും, അതാണ് ഖുർആൻ ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം, ഒരു കാര്യങ്ങളും നമ്മളെ ബാധിക്കുകയില്ല എന്നത്. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹ, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കണം, എവിടെ മരിക്കണം, എവിടെ ജനിക്കണം, എന്തൊക്കെ സംഭവിക്കണം, എന്തൊക്കെ ഉണ്ടാകണം എന്നത് അള്ളാഹുവിന്റെ അവിടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ആ ഒരു വിശ്വാസം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ വന്നാൽ ഏത് പ്രയാസത്തിലും അവന് പിടിച്ചു നിൽക്കാനുള്ള കരുത്താണത്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, തീർച്ചയായും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം എളുപ്പമുള്ളതാകുന്നു. ആ റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഒരു വിശ്വാസി ശ്രമിക്കേണ്ടത്. പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുകയും സന്തോഷങ്ങളിൽ അല്ലാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കുകയും ഒക്കെ ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയുടെ നിലപാട്. ഖുർആൻ സൂറത്ത് തൗബയിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഖുല്ലൈ യുസീബനാ ഇല്ലാ മാ ഖതബല്ലാഹു ലനാ, ഒരു കാര്യങ്ങളും അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാത്ത ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നതാണ് ഖുർആൻ പറഞ്ഞത്. ഹുവ മൗലാന, അവനാണ് രാജാതിരാജൻ, അവനാണ് യജമാനൻ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾക്ക് തവക്കുലാക്കാൻ അല്ലാഹു മതി എന്ന് പറയുമ്പോൾ ഈ വിശ്വാസം ഹൃദയത്തിലേക്ക് കയറേണ്ട ആളുകളാണ് കറുത്തപൂച്ചയും അതുപോലെ ദിവസങ്ങളെയും മാസങ്ങളെയും ഒക്കെ കണക്കാക്കി പ്രശ്നങ്ങൾ അതിലേക്ക് ചാർത്തി ആകെ മന്ത്രവാദത്തിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും ഒക്കെ ജ്യോതിഷത്തിലേക്കും ഒക്കെ പോകുന്നത് എന്നത് വളരെ അപകടകരമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഈ മാസം അള്ളാഹുവിന്റെ പ്രവാചകൻ പവിത്രമാണ് എന്ന് പഠിപ്പിച്ചതാണ്. ഇങ്ങനെ അള്ളാഹു പവിത്രമാണെന്ന് പറഞ്ഞൊരു കാര്യം ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. ഈ കാര്യത്തിൽ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു ഒരു മാസത്തെ പവിത്രമാക്കി, അല്ലെങ്കിൽ അള്ളാഹു ഒരു ദിവസത്തെ ആഘോഷിക്കാൻ പഠിപ്പിച്ചു. എന്നാൽ ആ ദിവസത്തെ ആഘോഷിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ ദിവസത്തെ പവിത്രത കാണാതിരിക്കുക. എന്നാൽ അള്ളാഹു പവിത്രത കൽപ്പിക്കാത്ത ദിവസങ്ങളിൽ പവിത്രത കൽപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ എന്താണ്? അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇന്നമൻ നസിയു സിയാദത്തുൻ ഫിൽ ഖുഫർ, ഖുഫറിലെ സിയാദത്താണ് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ജാഹിലിയത്തിൽ ഇത്തരം വിശ്വാസമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ നാട്ടിലും സംഭവിക്കുന്നത്. അള്ളാഹു ആഘോഷിക്കാൻ പറഞ്ഞ ദിവസം നമ്മൾ ആഘോഷിക്കണം, എന്നാൽ അള്ളാഹു ആഘോഷിക്കാൻ പഠിപ്പിക്കാത്ത, ഇസ്ലാമിലില്ലാത്ത ദിവസങ്ങളെ ആഘോഷങ്ങൾ കൊണ്ടാടുകയും, അതുപോലെ തന്നെ അള്ളാഹു പവിത്രമാണെന്ന് പറഞ്ഞ മുഹറം മാസത്തിന്റെ പവിത്രതയെ കാണാതെ, അതിന്റെ മഹത്വത്തെ കാണാതെ അത് അശുഭമായ മാസമായി കണക്കാക്കുകയും ദിവസങ്ങളായി കണക്കാക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സിയാദത്തും ഫിൽ ഖുഫർ, അത് വളരെ അപകടകരമായ കാര്യമാണ് എന്നത് മനസ്സിലാക്കണം. ഹാദാ മിമ്മാ ദമ്മല്ലാഹു തആല ബിഹിൽ മുശ്രിക്കീന ഫീ തസററുഫിഹിം ഫീ ശർഇല്ലാഹി ബിആറാഇഹിൽ ഫാസിദ. പിഴച്ച ചിന്തകളാണ് അത്തരം ആളുകൾക്ക്. അത്തരം ചിന്തകൾ കൊണ്ട് അവരെന്ത് ചെയ്യും? ദീനിൽ മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കും. തഅയ്യിറുഹും അഹ്കാമില്ലാഹി ബിഅഫ്ആലിഹിൽ ബാരിദ, അതുപോലെ തന്നെ മാറ്റത്തിരുത്തലുകളും ഇച്ഛകൾക്കനുസരിച്ച് അവർ നിയമങ്ങൾ മതത്തിൽ ഉണ്ടാക്കി കൊണ്ടുവരും. വതഹ്ലീലുഹും മാ ഹറമല്ലാഹു വതഹ്രീമുഹും മാ ഹല്ലല്ലാഹ്, അല്ലാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കും, അല്ലാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കും. ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ചില സ്വഭാവമുണ്ട്. ഇത് അപകടകരമായ, ഇത് മക്കയിലെ മുശ്രിക്കുകളുടെ സ്വഭാവമാണ്. ഇതിന് സമാനമായ ഒരു സ്വഭാവമാണ് സഹോദരങ്ങളെ ഇന്നും പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ കാര്യങ്ങളെ സൂക്ഷിക്കുക. അള്ളാഹു പവിത്രമായ മാസത്തെ പവിത്രമായി കണ്ട് അതിന്റെ സുന്നത്ത് നോമ്പുകൾ നിർവഹിച്ച് പുണ്യങ്ങൾ പ്രതീക്ഷിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. സ്നേഹാദരനായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മുഹറം മാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. അള്ളാഹു കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ചില തിന്മകളെ സംബന്ധിച്ചാണ്.
വിശ്വാസി എന്ന് പറഞ്ഞാൽ നന്മകളിൽ മത്സരിക്കുകയും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യേണ്ടവനാണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ. എന്നാൽ പലരുടെയും അശ്രദ്ധ കാരണം പല തിന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നിസ്സാരമായി കാണുന്ന ചില ആളുകൾ തിന്മകളെ നിസ്സാരമായി കാണുക. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മാ നഹൈതുക്കും അൻഹു ഫജ്തനിബൂഹു വമാ അമർതുക്കും ബിഹി ഫഫ്അലൂ മിൻഹു മസ്തതഅതും. നന്മകൾ നിങ്ങൾക്ക് കഴിയും വിധം നിങ്ങൾ ചെയ്യണം എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. നന്മകൾ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്, 10,000-കണക്കിന് നന്മകൾ. എന്നാൽ ആ നന്മകൾ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മളെ കഴിയുന്ന വിധം, നമ്മളുടെ ശരീരത്തിനും നമ്മളുടെ സാഹചര്യത്തിനും ഒക്കെ ഒക്കും വിധം മാക്സിമം നന്മകൾ ജീവിതത്തിലേക്ക് കൂട്ടിവെക്കാനും മാത്സര്യം കാണിക്കാനും ശ്രമിക്കുമ്പോൾ തിന്മകൾ നമുക്ക് കഴിയും വിധം ഒഴിവാക്കുകയും ബാക്കിയൊക്കെ ചെയ്യാം എന്നല്ല ഇസ്ലാം പറഞ്ഞത്. തിന്മകൾ പൂർണ്ണമായും വർജിക്കണം എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകളെ നിസാരമായി ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ല. ചില ആളുകൾ തിന്മകളെ നിസാരമായി കാണും. ചിലർക്ക് തിന്മയാണ് ചെയ്യുന്നതെന്ന് അറിവില്ലാതെ ചെയ്യുന്നതായി സമൂഹത്തിൽ ഇങ്ങനെയാണ് പലപ്പോഴും തെറ്റുകൾ പലതും നടക്കുന്നതായി നമ്മൾ കാണുന്നത്. വളരെ പ്രധാനമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഒന്ന്, വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഇടത് കൈ കൊണ്ട് കുടിക്കാൻ പാടില്ല. അത് പള്ളിയിൽ തന്നെ നമ്മൾ വരുമ്പോൾ ഹൗസിന്റെ അടുത്ത് അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, അവിടെ ഒരു സ്റ്റൂൾ ഇട്ടിട്ടുണ്ട്, അവിടെ ഇരുന്ന് കുടിക്കാം. ഒരു കയ്യിൽ ഫോൺ, വലത് കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഇടത് കയ്യിൽ കുടിക്കുക, ഇരുന്ന് കുടിക്കാതിരിക്കുക. പ്രവാചകന്റെ സുന്നത്തുകൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സ്ഥലത്ത് തന്നെ പ്രവാചകൻ നിരോധിച്ച കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുക എന്നത് അപകടകരമായ കാര്യമാണ്. അത് നിസ്സാരമായി കാണരുത്. വിശ്വാസി ഇദാ അഖല അഹദുക്കും ഫലിയഖുൽ ബിയമീനിഹി വഇദാ ശരിബ ഫലിയശ്രിബു ബിയമീനിഹി ഫഇന്ന ശൈത്വാന യഖുലു ബിശിമാലിഹി യശ്റബു ബിശിമാലിഹി. പിശാച് ഇടത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. എന്നാൽ വിശ്വാസികൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ബിയമീനിഹി, വലത് കൈ കൊണ്ട് തിന്നുകയും വലത് കൈ കൊണ്ട് കുടിക്കുകയും ചെയ്യാം. വലത് കൈ കൊണ്ട് കഴിക്കും, പക്ഷെ കുടിക്കുന്നത് നമ്മൾ ഇടത് കൈ കൊണ്ടാകുന്ന ഒരു അവസരം. ചിലർ നിസാരമായി കാണുന്നു, ചിലർ ഈ വിഷയം അറിയാതെ ചെയ്യുന്നു. സഹോദരങ്ങളെ, അതൊരു ഗൗരവമായ തെറ്റാണ് എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കുക എന്നത്. ഇപ്പോൾ വലിയ പുരുഷന്മാര് സ്വർണം കൂടുതലായി നമ്മൾ കാണാറില്ല. എന്നാൽ അത് ധരിക്കുന്ന ആളുകളുമുണ്ട്. ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്തവർ ആണുങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ പുരുഷന്മാർക്ക് പട്ടുവസ്ത്രവും സ്വർണവും ഹറാമാക്കിയിട്ടുണ്ട് ദുനിയാവിൽ. പരലോകത്ത് സ്വർഗത്തിൽ അത് അവർക്ക് ഹലാലാണ്, അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, അവിടെ നൽകുമെന്നത് ഖുർആനിന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ചില ആളുകൾ മനസ്സിലാക്കുന്നത് വലിയ പുരുഷന്മാർക്കല്ലേ, ചെറിയ കുട്ടികൾക്ക് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യാണ്, സ്വർണ്ണമോതിരം ധരിപ്പിക്കുന്ന ഒരു രീതി പലപ്പോഴും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അത് പാടില്ലാത്തതാണ്. അതിന്റെ കുറ്റം മാതാപിതാക്കൾ ഏൽക്കേണ്ടി വരും എന്നത് കൂടി നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. റസൂലുള്ളാഹിയുടെ അടുത്ത് സ്വർണ്ണമോതിരം ധരിച്ചു വന്ന ഒരാൾ പ്രവാചകൻ ആ സ്വർണ്ണമോതിരം വാങ്ങിയിട്ട് ഇത് പാടില്ല എന്ന് പറഞ്ഞ് കൊടുക്കല്ല, അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. പ്രവാചകൻ തിന്മകളോടുള്ള കണിശത നമുക്ക് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ സംഭവത്തിൽ ആ മനുഷ്യൻ അത് പോയി എടുത്തത് പോലുമില്ല എന്നാണ്. പ്രവാചകൻ വിരോധിച്ചത് ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അതുകൊണ്ട് തിന്മകളെ നമ്മൾ ഗൗരവമായി കാണുക. കുട്ടികൾക്കാണെങ്കിലും സ്വർണ്ണമോതിരം ആൺകുട്ടികൾക്ക് ധരിപ്പിക്കാൻ പാടില്ല, അതുപോലെ പുരുഷന്മാരെ ധരിക്കാൻ പാടില്ല എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമാണ്. അതുപോലെ മറ്റൊരു വിഷയം, ഈ വാഹനങ്ങളിൽ നിന്നും അല്ലാതെയൊക്കെ വേസ്റ്റുകൾ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം അല്ലെ. നമ്മുടെ കാറിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് മിഠായിയുടെ കവറാണെങ്കിലും കുടിച്ച വെള്ളത്തിന്റെ ബോട്ടിലാണെങ്കിലും അത് ട്രെയിനിലാണെങ്കിലും വാഹനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും വേസ്റ്റുകൾ വലിച്ചെറിയുന്ന സ്വഭാവം അത് പാടില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, ഉൽവത്തുൽ അഅമാലി ഉമ്മത്തി ഹസലുഹാ വസയ്യുഹാ ഫവജതു ഫീ മജാസി അഅമാലുഹാ അദാ യുമാത്ത് അനി തരീഖ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പരലോകത്ത് നിങ്ങളുടെ നന്മകളും തിന്മകളും അള്ളാഹുവിന്റെ റസൂലും പ്രദർശിപ്പിക്കപ്പെട്ടു എന്നാണ്. ഒരു ഉപദ്രവം വഴിയിൽ നിന്ന് എടുത്തു നീക്കുന്നത് പോലും, പള്ളിയിൽ നിന്നൊരു കരടെടുത്ത് മാറ്റുന്നത് പോലും പരലോകത്ത് നന്മകളായി പ്രദർശിപ്പിക്കപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മൾ പള്ളിയിൽ എന്തെങ്കിലും വൃത്തികേടുണ്ടെങ്കിൽ പള്ളി നല്ല എവിടെയാണെങ്കിലും അത് ഒഴിവാക്കണം. പ്രത്യേകിച്ച് പള്ളിയിൽ ഒരു കരട് കണ്ടാൽ അത് അവിടുത്തെ ആളുകൾ ചെയ്തോളും, എനിക്കിത് ബാധകമല്ല എന്ന് പറയല്ല, നമ്മളത് വൃത്തിയാക്കുക. അതുപോലും നമുക്ക് നന്മകളായി പരലോകത്ത് പ്രദർശിപ്പിക്കപ്പെട്ടു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇരിക്കെ നമ്മൾ പല ആളുകളും ഇങ്ങനെ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നഖം ഇളക്കിയിടുക, അതുപോലെ തന്നെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ചിരണ്ടിയിടുക, ഇതൊക്കെ സഹോദരങ്ങളെ നമ്മുടെ ചാവി കൊണ്ട് ഇങ്ങനെ പെയിന്റ് ഇളക്കിയിടുക, ഇങ്ങനെയൊക്കെയുള്ള രീതികൾ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. മലയാളത്തിലൊക്കെ ഖുത്ബ കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പള്ളിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊന്നും അറിയാത്ത മറ്റുള്ള ആളുകളാണെങ്കിൽ പറയാം, നമുക്ക് അറിയില്ല എന്ന് പറയാൻ കഴിയില്ല. അലസത കാരണമാണ് പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തെ ഗൗരവമായി കാണണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഷെയ്ഖ് ഉസൈമീൻ റഹ്മഹുല്ലാ പറയുന്നുണ്ട്, വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഈ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്നത്, മിഠായിയുടെ കവറാണെങ്കിലും അത് വേസ്റ്റ് ബോക്സിൽ ഇടുക, ഒരിക്കലും നമ്മൾ അത് റോഡിലേക്ക് വലിച്ചെറിയാൻ പാടില്ല. ട്രെയിനിലാണെങ്കിലും പുറത്തേക്ക് ഈ വെള്ളത്തിന്റെ ബോട്ടിലൊക്കെ വലിച്ചെറിയാം. വിശ്വാസിക്ക് ഇത് ചേർന്നതല്ല, അത് വലിയ തിന്മയാണ് എന്നാണ്, സയ്യിഅത്ത് എന്നാണ്
മഹാനവറുകൾ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, ഈ നമസ്കാരത്തിൽ ഇമാമിനെ മുൻകടക്കുന്ന ഒരു സ്വഭാവം പല ആളുകൾക്കുമുണ്ട് അല്ലെ. ഇമാമിനെ ഇമാമിനെ നിർത്തിയിരിക്കുന്നത് ഇമാമിനെ പിന്തുടരാനാണ്. റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? ഇദാ ഖാല സമി അല്ലാഹു ലിമൻ ഹമിദ, സഹാബത്തിനെ കുറിച്ച് പറയുകയാണ്, ലം യഹിനു അഹദും മിന്നാ വഖറഹു വതയഖു നബി സാജിദൻ. പ്രവാചകൻ സമി അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞിട്ട് പ്രവാചകൻ പിന്നർ സുജൂദിലേക്ക് പോയി സുജൂദിൽ എത്തിയിട്ട് ഞങ്ങൾ സുജൂദിലേക്ക് പോകാറുള്ളായിരുന്നു എന്നാണ്. പക്ഷെ നമ്മുടെ ആളുകൾ അങ്ങനെയല്ല. ഇമാം ഇങ്ങനെ പറയുന്നതിന് മുമ്പേ നമ്മൾ അവിടെ പോയി കാത്തിരിക്കുകയാണ് ഇമാമിനെ. ആ ഒരു നിലയിലേക്ക് മാറാൻ പാടില്ല. ഇമാമിനെ പിന്തുടരുകയാണ് ചെയ്യേണ്ടത്, ഒരിക്കലും മുൻകടക്കരുത്. റസൂലുള്ളാഹി പറഞ്ഞു, അയ്യുഹന്നാസു ഇന്നി ഇമാമക്കും, തീർച്ചയായും അല്ലയോ വിശ്വാസികളെ ഞാൻ നിങ്ങളുടെ ഇമാമാണ്. വലാ തസ്ബിഖൂനി, നിങ്ങൾ എന്നെ മുൻകടക്കരുത്. ബിർറുകൂഇ വലാ ബിസ്സുജൂദി വലാ ബിൽ ഖിയാമി, നിങ്ങൾ ഒരിക്കലും സുജൂദിലും ഖിയാമിലും റുകൂഇലും ഒന്നും ഞാൻ പോകുന്നതിന് മുമ്പേ നിങ്ങൾ മുൻകടക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം സഹോദരങ്ങളെ, സംഭവിക്കുന്ന ഒരു കാര്യമാണ്, വലതിനെ മുൻനിൽക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതിന് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് പല ആളുകളും പ്രാവർത്തികമാക്കുന്നുണ്ട്. പക്ഷേ അതിങ്ങനെ വലതു ഭാഗത്ത് മാത്രം സഫ് കെട്ടിപ്പോകുന്ന ഒരു രീതിയുണ്ട്. അതായത് ഒരു ഇമാമ് നിൽക്കും, അതിന്റെ തൊട്ടു ബാക്കിൽ ഇഖാമത്ത് കൊടുക്കുന്ന ഒരാൾ മഅ്മൂം ഉണ്ടാകും. പിന്നെ വരുന്ന ഒരാള്, അയാൾക്ക് മുൻഗണന വലതാണ്. പിന്നെ വരുന്ന ആൾക്ക് പിന്നെ ചെയ്യേണ്ടത് പിന്നെ വലതല്ല, വലതിൽ ഒരാൾ ഉണ്ടെങ്കിൽ പിന്നെ ഇടതുഭാഗത്താണ് നിൽക്കേണ്ടത്. പക്ഷെ എല്ലാവരും വലത് വന്ന് വലത് മാത്രം ഇങ്ങനെ ഫില്ലാവുക, ഇടതുഭാഗം ഒഴിവായി കിടക്കുക, അങ്ങനെയല്ല സഫ് കെട്ടുന്ന രൂപം എന്നതുകൂടി പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഈ ഖുതുബ നടക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. ചില ആളുകളൊക്കെ പുറത്തുനിന്ന് വന്ന് അവിടെ ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുന്ന ആളുകളോടാണ് അവരുടെ കാര്യങ്ങൾ, സംശയങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇവിടെ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുക. ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് ഇമാമിന് മാത്രമേ സംസാരിക്കാനുള്ള അനുവാദമുള്ളൂ. ബാക്കിയുള്ളവർ ഇത് കേട്ടിരിക്കുക. ആ സമയത്ത് ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പോലും പാടില്ല എന്നാണ്. ആരെങ്കിലും സംസാരിക്കുന്നത് കണ്ടിട്ട് അത് മിണ്ടാതിരിക്കാൻ ഒരാൾ പറഞ്ഞാൽ അയാളുടെ ഖുതുബ പോലും നഷ്ടപ്പെടും എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെ ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. ആ സമയത്തൊക്കെ പുറത്തൊക്കെ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്, അത് നമ്മൾ ഉപേക്ഷിക്കണം. ഇത്തരം തിന്മകളെ ഒന്നും സഹോദരങ്ങളെ നിസാരമായി നമ്മൾ കാണരുത് പ്രത്യേകം ഉണർത്തുന്നു. തിന്മകളെ ഗൗരവത്തിൽ കാണുകയും നന്മകളെല്ലാം മാക്സിമം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നത് നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പള്ളി പരിപാലന ഫണ്ടാണ്. എല്ലാവരും അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി ഉദാരമായി സംഭാവന ചെയ്യുക. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഒരു സഹോദരന്റെ ഉമ്മ മരണപ്പെട്ടു, ഖബറടക്കം കഴിഞ്ഞു. എല്ലാവരും ആത്മാർത്ഥമായ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു ആ ഖബറടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഹ്ഫിറത്തും മർഹമത്തിനെയും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഉമ്മയും നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, ആദർശ ബന്ധുക്കൾ അള്ളാഹു അവരുടെ ഖബറിടത്തെ സ്വർഗീയ ലോകമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് ശിഫാഉൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, യുദ്ധത്തിന്റെ മുൾമുനകളിൽ, വീതികളിൽ, ജയിലുകളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് അമ്നിനെ, നിർഭയത്വത്തെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിക്കു പറ്റിയവർക്ക് അള്ളാഹു ശിഫാഉ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിലും നമ്മെ, നമ്മുടെ നാടിനെയും ലോകവിശ്വാസികളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ സഹോദരങ്ങളെ, ലേൻഡി ഖുർആന്റെ പഠനത്തെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളതാണ്. എല്ലാ ആഴ്ചകളിലും ക്ലാസ് വരുന്നുണ്ട്. നവംബറിലാണ് എക്സാം ഉള്ളത്. എല്ലാവരും അത് അവസാനത്തേക്ക് വെക്കാതെ, അത് നമുക്ക് ഭാരമായി വരും. അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും ക്ലാസ്സുകൾ അതാത് സമയത്ത് കേട്ട് പഠിച്ച് മുന്നോട്ട് പോകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ പഠനവും ഈ സംരംഭവും എല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മദ്രസയിലേക്ക് കുട്ടികളെ ചേർക്കാനുള്ളവർ അത് ചേർക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.